നമസ്തേ. ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിസ്സാരമായിട്ടുള്ള ചിലവിൽ വിഷമില്ലാത്ത വിനാഗിരി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു മെത്തേഡിനെ കുറിച്ചാണ്. നമ്മൾ തേങ്ങാവെള്ളത്തിൽ സ്വല്പം പഞ്ചസാര ഇട്ട് സ്റ്റീൽ പാത്രത്തിൽ വെച്ച് അടച്ച് ആദ്യത്തെ ദിവസം വയ്ക്കുക. പിറ്റേ ദിവസം അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ അതിൻ്റെ അടിയിൽ സ്വല്പം ഇങ്ങനെ അടിഞ്ഞ് കൂടിയിരിക്കും വെളുത്ത്. അത് കളയരുത്. അത് വേറൊരു പാത്രത്തിൽ പിന്നെയും പിറ്റേ ദിവസം മാറ്റി വയ്ക്കണം. അങ്ങനെ 3-4 ദിവസം അങ്ങനെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റി നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ അത് ഒറിജിനൽ വിനാഗിരിയാണ്. വിഷമൊന്നും ചേരാത്ത വിനാഗിരി. നമുക്ക് ധൈര്യമായിട്ട് ഏതിലും ഉപയോഗിക്കാം. വിഷം ചേരാത്ത വിനാഗിരി നാം തന്നെ വീട്ടിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കുക. അങ്ങനെ നമുക്ക് രൂപ ലാഭമുണ്ട്. നല്ല സാധനം ഉപയോഗിക്കാം. എല്ലാത്തിനും ധൈര്യമായിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ വിനാഗിരി അങ്ങനെ ഉണ്ടാക്കിയാണ് എൻ്റെ അച്ചാറിനൊക്കെ ഇടുന്നത്. ഏറ്റവും നല്ല വിനാഗിരിയാണത്. അതുപോലെ ആ വേസ്റ്റായിട്ട് വന്നിരിക്കുന്ന കട്ടിയുള്ള അത് ചിരണ്ടി ഒന്ന് ശരിയാക്കി എടുത്തിട്ട് സ്പൂൺ കൊണ്ട് ആ പാത്രത്തിൽ നിന്നും ചെറിയൊരു സ്റ്റീൽ പാത്രത്തിൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ബോളുകളാക്കി ഉരുട്ടി വെച്ചിരുന്നാൽ അതാണ് നമ്മുടെ ഈസ്റ്റിന് പകരം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്കെൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളൊക്കെയാണ് എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൊരു സന്തോഷം എനിക്കുണ്ടാവുക. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ മറ്റൊരു റെസിപ്പിയായിട്ട് വന്നിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.